ഇതൊരു ഗ്രാമപ്രദേശമുണ്ട് സംഭവം കണ്ട. ഇതാണ് സ്വാമി സമാധിയായിരിക്കുന്ന ആ തറ. ഇതാണ് സ്വാമിയുടെ വീട്. ഇതാണ് അമ്പലോട്ട. ഇത് ശിവൻ്റെ അമ്പലമാണ്. ഇവരുടെ കുടുംബ ക്ഷേത്രമാണ്. എന്തായാലും ഇവിടുത്തെ ഈ സമാധി നടന്ന സ്ഥലവും ഈ അമ്പലങ്ങളും എല്ലാം കാണിച്ചു തരാട്ടാ. ഇതേ ഇവിടുന്ന് നേരെ ഈ ഭാഗത്തോട്ട് വരുമ്പോഴാണ് സ്വാമിയുടെ സമാധി ആയിരിക്കുന്ന ആ സ്ഥലോട്ടാ. കണ്ടാ ഒരു പുതിയ ഞങ്ങളിവിടെ വന്നപ്പോഴേ ഇവിടെ കുറേ പൂക്കളൊക്കെ കിടപ്പുണ്ട്. കണ്ടാ റോഡ് സൈഡിലൊക്കെ കുറേ പൂക്കളൊക്കെ ഉണ്ട് സ്വാമിയുടെ വീട്ടിലോട്ട് കയറുമ്പോൾ. അപ്പോൾ ബാക്കി കാഴ്ചകളിലോട്ട് നമുക്ക് പോകട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവർ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഈ പരിപാടി ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് സ്വാമിയുടെ അടുത്താണ്. സ്വാമി എന്ന് വെച്ചാൽ ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ വൈറലായ നമ്മുടെ സമാധി സ്വാമിയുടെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി. ഗോപൻ സ്വാമിയുടെ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ്, അതായത് വീട്ടിലോട്ട് കയറുന്നതിൻ്റെ തൊട്ടടുത്ത് ഉള്ള റോഡാണിത്. ആ റോഡിൽ വലിയൊരു കവാടമൊക്കെ ചെന്നിങ്ങനെ കണ്ട. അത് അവിടുത്തെ ഒരു ക്ഷേത്രം, അതായത് ഈ സ്വാമി പൂജിച്ചിരുന്ന ശിവൻ്റെ ക്ഷേത്രത്തിലോട്ടുള്ള ഒരു റോഡാണ്. ആ ക്ഷേത്രത്തോട് തൊട്ട് അടുത്ത് തന്നെയാണ് സ്വാമിയുടെ വീടും. ഇവിടെ വരുമ്പോൾ തന്നെ ഒരു ഗണപതി ഭഗവാന്റെ ഒരു പ്രതിമയൊക്കെ ഉണ്ട്. നല്ല സുന്ദരമായ ഒരു ഗ്രാമമാണിത്. നല്ല പ്രകൃതി ഭംഗിയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ആ സ്വാമിയുടെ വീട്ടിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് ഒരു സർപ്പക്കാവാണ്. പിന്നെ അതിവിടെ കുറേ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. അധികം ആളുകൾ ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. നല്ല പച്ചപ്പുള്ളൊരു സ്ഥലം. ഇവിടെ വന്ന് നോക്കുമ്പോൾ തന്നെ നാഗരാജാവിൻ്റെ ഒരു ചെറിയൊരു കാവുണ്ട് ഇവിടെ. കണ്ടാ, ഇവിടെ നേരെ കാണുന്ന അമ്പലമാണ് സ്വാമി പൂജിച്ച ശിവൻ്റെ അമ്പലം. ഈ അമ്പലത്തിൻ്റെ തൊട്ട് ചേർന്നാണ് സ്വാമി സമാധി അടങ്ങിയിരിക്കുന്നത്. ഇവിടെ കുറേ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ട്. കണ്ട, സ്വാമിയുടെ സമാധി ആ സമയമായപ്പോൾ കുറേ ആൾക്കാർ ഇവിടെ പൂക്കളും ഒക്കെ ഇട്ട് പുഷ്പാർച്ചനയൊക്കെ നടത്തി. അപ്പോൾ വളരെ കോളിളക്കം പിടിച്ച ഒരു സംഭവമായിരുന്നു ഈ സമാധി സ്വാമിയുടെ. അപ്പോൾ സമാധി സ്വാമിയുടെ സമാധിയായ സ്ഥലമാണിത്. ഇപ്പോൾ പുതിയ കല്ലറയൊക്കെ കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ സ്വാമിയുടെ വീടിൻ്റെ ഉള്ളിലോട്ട് നമുക്കൊന്ന് കയറി നോക്കാം കേട്ടോ. ഇതാണ് സ്വാമിയുടെ വീട്. ഇവിടെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. ഒരു ആക്ഷൻ ബ്ലോഗ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നിൽക്കുന്നത് സമാധിയായ സ്വാമിയുടെ വീടിൻ്റെ മുന്നിലാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ ആരുമില്ല. സ്വാമിയുടെ ഭാര്യ മാത്രമേ ഉള്ളൂ. പാടില്ലാതിരിക്കുകയാണ്. പാടില്ലാതിരിക്കുന്നതുകൊണ്ട് വീട്ടിലോട്ട് വരാൻ അവർക്ക് പ്രയാസമുണ്ട്. ഇവിടെ സമാധി നടന്ന സ്ഥലവും ഇവിടുത്തെ അമ്പലമൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരട്ടെ. ഇതാണ് സ്വാമിയുടെ വീട്. ഇതാണ് അമ്പലോട്ട. ഇത് ശിവൻ്റെ അമ്പലമാണ്. ഇവരുടെ കുടുംബ ക്ഷേത്രമാണ്. ഈ സ്വാമി ഇവിടെ ആയിരുന്നു പൂജിച്ചുകൊണ്ടിരുന്നത് വെച്ചത് ശിവനെ. കണ്ട, അമ്പലം അടച്ച് ഇട്ടേക്കണയാണ്. ഇത് ഇവരുടെ കുടുംബ ക്ഷേത്രമാണ് കേട്ടോ. കണ്ട, ഇത് ഇവരുടെ വീടും. ഇതേ ഇവിടുന്ന് നേരെ ഈ ഭാഗത്തോട്ട് വരുമ്പോഴാണ് സ്വാമിയുടെ സമാധി ആയിരിക്കുന്ന ആ സ്ഥലോട്ടാ. അതാ ഒരു പുതിയ കല്ലറയൊക്കെ കെട്ടി. ഇതൊരു ഗ്രാമപ്രദേശമുണ്ട് സംഭവം കണ്ട. ഇതാണ് സ്വാമി സമാധി ആയിരിക്കുന്ന ആ തറ. ഇതിവിടെ പൊളിച്ച് പുതിയതായിട്ട് പണിതേക്കണം കേട്ടോ. കണ്ടാ, നമുക്കെന്തായാലും ഈ പരിസരമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം കേട്ടോ. അവിടെ വന്നപ്പോൾ സ്വാമിയുടെ ഭാര്യനെ കണ്ടു. സുഖമില്ലാണ്ട് കിടക്കണം. ഇപ്പം വയ്യാണ്ടായി. അവർക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ അവർക്ക് വേറെ മൊബൈൽ ഫോൺ പോലും ഉപയോഗിക്കാത്ത ഒരു അമ്മയാണ്. സ്വാമീനെ സമാധി ഇരുത്തിയപ്പോൾ ഇവർ ആചാരപ്രകാരം ആരെയും അറിയിച്ചില്ല. അതാണ് ഏറ്റവും വലിയ ഒരു സംഭവമായി മാറിയത്, വലിയൊരു വാർത്തയായി മാറിയത്. അങ്ങനെയാണ് ഇത് കൊലപാതകമാണോ അതാണോ ഇതാണെന്നൊക്കെ ചോദിച്ച് പല ആൾക്കാരും മുന്നോട്ട് വരുന്നതും സ്വാമിയുടെ ബോഡി ഇവിടെ നിന്ന് എടുക്കുകയും പിന്നെ അതൊരു കൊലപാതകമല്ല എന്നൊക്കെ തെളിഞ്ഞത്. പിന്നെ വളരെ പാവപ്പെട്ട സാധു കുടുംബമാണ്. പല ആൾക്കാരും വാർത്തയിലും പിന്നെ അതുകൊണ്ടാണ് ഇവരെ ട്രോൾ ചെയ്തൊക്കെ കൊണ്ട് അവർക്ക് ഇപ്പോൾ പുറത്തോട്ട് പോലും ഇറങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ്. ക്യാമറ ഒക്കെ കാണുന്നവർക്ക് പേടിയാണ്. അപ്പോൾ എന്തായാലും ഇത് കൊലപാതകം അല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെയാണ് സ്വാമി സമാധിയായ സ്ഥലോട്ട. നല്ല ഒരു ഗ്രാമമാണിത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പാടത്തിന് നടുക്കായിട്ടാണ് ഈ സ്വാമിയുടെ വീടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ പരിപാടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണാം. നന്ദി, നമസ്കാരം.